നമ്മുടെ ആ ഒരു അമ്മ ജെല്ലി ഫിഷിന്റെ കുഞ്ഞുങ്ങളാണ്ട് ഈ കാണുന്ന മൊത്തം. ഹലോ നമസ്കാരം. അപ്പൊ ജെല്ലി ഫിഷ് പല ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. കടലിലുള്ളതും അതുപോലെ ഈ തോടുകളിലും പുഴയിലൊക്കെ ഉള്ളത്. അതുപോലെ ഈ ഒരു കെട്ടിന്റെ സൈഡിലായിട്ട് ഇഷ്ടം പോലെ ജെല്ലി ഫിഷ്, അതും പല ടൈപ്പുള്ള സാധനം ഉണ്ട് കേട്ടോ. തീച്ചൊറി ഉണ്ട്, നീല കളറിലെ ചൊറി ഉണ്ട്. ചൊറി എന്നാണ് നമ്മൾ ഈ ജെല്ലി ഫിഷിനെ പൊതുവെ പറയാനായിട്ടാ. അപ്പോൾ അത് ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഉപദ്രവിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നേരെ. അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടാ നമുക്ക് അതിനെ പിടിക്കാം. ശരീരത്തിൽ 90% ജലാംശമുള്ളൊരു ജീവിയാണ് നമ്മുടെ ജെല്ലി ഫിഷ് അല്ലെങ്കിൽ കടൽ ചൊറി എന്ന് പറയുന്നത്. ഇത് കടലിൽ മാത്രമല്ല പുഴയിലും അതുപോലെ തോടുകളിലും ചെറിയ ചെറിയ ഈ പറഞ്ഞ കെട്ടുകളിലൊക്കെ ഇതിനെ കാണാൻ പറ്റും. അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു നാരിനെ പറയുന്ന പേരാണ് ടെൻറ്റാക്കിൾസ് എന്ന്. ഏറ്റവും വലിയ ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്നത് ലയൺസ് മാൻ ജെല്ലി ഫിഷ് എന്നാണ്. അത് ആളിനേലും വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ, അതായത് ചൈന, ജപ്പാൻ, കൊറിയ എന്നീ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു ജെല്ലി ഫിഷിനെ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ജെല്ലി ഫിഷ് ഉൽപ്പാദിപ്പിക്കുന്ന ചില രീതിയിലുള്ള ഒരു രാസവസ്തുക്കൾ വെച്ച് ക്യാൻസർ, ഹൃദയരോഗം അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഔഷധങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കറിയില്ല കറക്റ്റായിട്ട്. അതുപോലെ തന്നെ എല്ലാ ജെല്ലി ഫിഷും നമ്മൾ ഉപദ്രവിക്കണമല്ല, അല്ലെങ്കിൽ വിഷമുള്ളതല്ല കേട്ടോ. ചില ജെല്ലി ഫിഷുകൾ നമ്മുടെ മേത്ത് മുട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലറി കേട്ടോ. അപ്പോൾ അതെ, നല്ല അടിപൊളി ഭംഗിയുള്ള ജെല്ലി ഫിഷ് ഇതേ പോകണുണ്ട്. അതിനെ നമുക്ക് അങ്ങോട്ട് പൊക്കിയെടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇത്. അതായത് ഇതിനെ ഞാൻ വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കണമല്ല. നമ്മൾ ഇതിന് ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. ഇതേനാ പിന്നെ ചെറിയൊരു വലയും കൊണ്ട് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ കോരിയെടുക്കാം. 2 ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയാണെന്ന് തോന്നുന്നവർ കണ്ട. ഇതിൻ്റെ നാരുകളും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത്യാവശ്യം റീച്ചുണ്ട് കേട്ടോ. നോക്കി. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ആ ഒരു ജെല്ലി ഫിഷ് അല്ലെങ്കിൽ ചൊറി എന്ന് പറയുന്നത്. ശരിക്കും ഇത്രയും ഭംഗിയുള്ള സാധനത്തിനെ പറയുന്ന പേരാണ് ചൊറി എന്നുള്ളത്. ഇത് നമ്മൾ കടലിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഉണ്ട് ഈ ജെല്ലി ഫിഷ്. അതായത് ആളിനേലും വലിയ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീച്ചൊറി എന്ന് പറയും. അതിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ മഞ്ഞ കളർ ആയിരിക്കുള്ളൂ. ജെല്ലി ഫിഷ് പല ടൈപ്പ് ഉള്ളതിൽ തീച്ചൊറി എന്ന് പറയുന്ന ചൊറി നമ്മുടെ ശരീരഭാഗത്ത് എവിടെ അതിൻ്റെ ഈ ഒരു നാര് കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ചൊറിയോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിയും. നമ്മുടെ മേത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ആ ഒരു ഓൺ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ തണർത്തും. അത്രയ്ക്ക് ചൊറിച്ചിലായിരിക്കുള്ളൂ. അതെ, ഇതിൻ്റെ ആ ഒരു നാരും കാര്യങ്ങളൊക്കെ നോക്കി. ആ മുന്തിരിക്കുലോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് പലരും കണ്ട് കാണും. കടലിൽ പോണവരൊക്കെ ഒട്ടുമിക്കവരും കണ്ടാണ്. എന്നാലും കാണാത്തവരൊക്കെ ചിലവരുണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കൊച്ചു വീഡിയോ ആണ്. നോക്കി, ഇതിൻ്റെ മുകളിലെ ഡിസൈനുകളൊക്കെ കണ്ട. ചില ജെല്ലി ഫിഷുകളുടെ മുകളിൽ പല പല വെറൈറ്റി ഡിസൈനുകളായിരിക്കുള്ളൂ. നല്ല ബ്ലു 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 പോലെ ഇരിക്കുന്നുണ്ട്. ഈച്ചിക്കൂട്ടാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊരു ജീവനല്ലേ കണ്ട. അപ്പോൾ ഈ തോട്ടിൽ ശരിക്കും നമ്മൾ ഈ കടലിൽ മാത്രം കുളിക്കാൻ നേരത്തല്ല ഈ സാധനം ഉണ്ടാവണം. നമ്മുടെ ഇതുപോലത്തെ പുഴകളിലും അതുപോലെ തോടുകളിലൊക്കെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. കുളിക്കാനിറങ്ങാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീച്ചൊറിയൊക്കെ വന്ന് ഈ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും അനുകരിക്കരുത് കേട്ടോ. അതും വേറൊരു കാര്യം പ്രത്യേകം പറയുകയാണ്. കാരണം തീച്ചൊറി എന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല. ഇത് സെയിം സാധനം ഇതുപോലെ തന്നെ ഇരിക്കുമെങ്കിലും വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ പിടിക്കാൻ നേരത്ത് നമ്മൾ ചൊറിഞ്ഞ് ചാകും വെറുതെ. അപ്പോൾ കുളിക്കാനൊക്കെ ഇറങ്ങണവർ ഇത് മേത്തുകൊണ്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ കയറാം, അല്ലെങ്കിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ കയറാട്ടോ. കണ്ടാ ജെല്ലി ഫിഷ്. അപ്പോൾ ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ച് നേരെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടേക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്ത് ഇപ്പോൾ കുറേ നേരം കരയിലിട്ട് കഴിഞ്ഞാൽ ഇതിനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും ചാവൂലിട്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇട്ടേക്കാം. ചെറുതുങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജെല്ലി ഫിഷിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് ഇങ്ങനെ വന്നിച്ചടക്കും. അതായത് പയ്യെ അതിൻ്റെ ആ ഒരു നാരുകൾ വെച്ച് ഇങ്ങനെ നീന്തി പോട്ടെ. സാധനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ നീന്തി നിൽക്കുന്നുണ്ട്. കണ്ടോ പോണു. ഇതേ കണ്ട, അതിൻ്റെ അടുത്ത് അതിൻ്റെ ആ ഒരു കുഞ്ഞു നോക്കി. ആ ജെല്ലി ഫിഷിൻ്റെ കുഞ്ഞാണ്ടാ കാണുന്നത്. അമ്മനെ കുറച്ച് നേരത്തേക്ക് കാണാണ്ടായി കഴിഞ്ഞപ്പോൾ വിഷമായി തോന്നുന്നു. നമ്മുടെ ആ ഒരു അമ്മ ജെല്ലി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്ട് ഈ കാണുന്ന മൊത്തം. ചുറ്റിനുണ്ട് നോക്കി കണ്ട. ഇവിടെ ഇത് ചെറുത്, ഏറ്റവും ചെറുത് കുഞ്ഞ്. അതേ കണ്ട, നമ്മുടെ അമ്മ ജെല്ലി ഫിഷ് ഇതേ നല്ല രീതിയിൽ നീന്തി തുടങ്ങണണ്ട. അപ്പോൾ അതിൻ്റെ ചുറ്റിനും അതിൻ്റെ ആ ഒരു കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. കണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നീന്തി കളിച്ചുകൊണ്ടിരിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെല്ലി ഫിഷ് അങ്ങനെ പെട്ടെന്നൊന്നും ചാവൂലട്ടാ. നോക്കി ഇഷ്ടം പോലെ ജെല്ലി ഫിഷ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊന്തി കളിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ മഷിയിട്ട് നോക്കി ഇത് കാണുകയും കൂടി ഇല്ലട്ടാ. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാട്ടോ മറക്കാണ്ട്. വീണ്ടും അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ടാറ്റാ.